ആലത്തൂരിലെ ജനജീവിതത്തെ ദുരിതമാക്കുന്ന ക്വാറികൾക്കെതിരെ സമര പ്രഖ്യാപനം. സമരം ശക്തമാക്കും വെങ്ങന്നൂർ ജനകീയ വികസന സമിതി. വെങ്ങന്നൂർ നെരങ്ങംപാറയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്വാറികൾ ജനജീവിതത്തിന് ദുരിതം സൃഷ്ടിക്കുന്നതായി ആരോപിച്ച് സമരം ശക്തമാക്കാൻ സമരസമിതി രൂപീകരിച്ചു. വെങ്ങന്നൂർ പള്ളിമുക്ക് ബസ് സ്റ്റോപ്പിൽ ചേർന്ന സമരസംഗമത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. പരിപാടി പഞ്ചായത്ത് അംഗങ്ങളായ ലതാ സ്വാമിനാഥൻ, കെ സതീഷ് എന്നിവർ നേതൃത്വം നൽകി. 30 എക്സിക്യൂട്ടീവിനെയും 11 ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ക്വാറികളിൽ നിന്നുള്ള അമിത ഭാരവാഹനങ്ങളുടെ ഗതാഗതം, പൊടിശല്യം, ശബ്ദമലിനീകരണം, പാലത്തിന്റെ ബലക്ഷയം, റോഡുകളുടെ തകർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി സമരസമിതി പറഞ്ഞു. ഇതിനുവേണ്ടി പരാതി എല്ലാ ഭാഗത്തും കൊടുക്കുകയും പഞ്ചായത്തിലും മറ്റുള്ള സ്ഥാപനങ്ങളിലും എല്ലാവരുടെയും കൊടുക്കുകയുണ്ടായി. അതിനെ എന്നിട്ടും വണ്ടികളൊന്നും നിന്നിട്ടില്ല. ഇനിയിപ്പോഴും പോയിക്കൊണ്ടേയിരിക്കണം. മണിക്കൂറുകൾക്ക് ഇടവിട്ട് കൊണ്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമിത ഭാരത്തിലും രാത്രിയില്ല പകലില്ല എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം കാണണം. നമ്മളുടെ നാട്ടിൻ്റെ ആവശ്യമാണ്. നമ്മളുടെ റോഡിൻ്റെ നല്ലൊരു റോഡായിരുന്നു, അത് നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമ്മളുടെ പരിസരത്ത് മലിനീകരണം, പൊടിശല്യം, മറ്റുള്ള എല്ലാ ശല്യങ്ങളും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 100 ലോഡ് പോകുന്നുണ്ട് ടോറസ്. അതിപ്പോൾ 30 ടൺ വരെയൊക്കെയാണ് ഇതിൻ്റെ പെർമിഷൻ ഉണ്ടാകുക. ഇപ്പോൾ 50 ടണ്ണിൻ്റെ ഇതെപ്പോൾ പോയ വണ്ടിയിലേക്ക് അതിൻ്റെ റീപ്പർ എത്ര ഉയരത്തിലാണ് വെച്ചിരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. അത്രയും ലോഡ് വെച്ചിട്ടാണ് പോണത്. ഇപ്പോൾ മഴക്കാലമായപ്പോൾ വെള്ളത്തിൻ്റെതായപ്പോൾ വീട്ടിൽ ഞാനാണിതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അസുഖമുള്ളതാണ്, അവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പരമാവധി പായ കെട്ടിയിട്ടോ അങ്ങനെയൊക്കെയാണ്. ഈ വേനൽക്കാലമായി പറഞ്ഞാൽ പിന്നെ അവിടെ പൊടി തുള്ളിയിട്ട് ഇരിക്കാൻ പറ്റില്ല, അത്രയും ഇതാണ്. ഇപ്പോൾ അതേമാതിരി ഇപ്പോൾ അവിടെ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പുതിയൊരു കോറിയും അതിപ്പോൾ ചാലാവണേ ഉള്ളൂ. അതും കൂടി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ റോഡിന് ഒരു ശരണവും ഉണ്ടായില്ല. കാവിശ്ശേരി പഞ്ചായത്താണ് ഇത് അനുമതി കൊടുത്തിരിക്കുന്നത്. കാവിശ്ശേരി പഞ്ചായത്തിൽ ഒരു അറ്റത്തായതുകൊണ്ട് അവർക്ക് അവിടുത്തെ കാവിശ്ശേരി പഞ്ചായത്തിൽ ജീവിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് അതേമാതിരി അരിമൂരും അതും ഒരു അറ്റമാണ്, അവർക്കും ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം വന്നിരിക്കുന്നത് ഈ ആലത്തൂർ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലുള്ള ഈ റോഡ് സൈഡിൽ താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ക്വാറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്തെ പരിസ്ഥിതിക്കും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിനും ഉണ്ടാകുന്ന ആഘാതങ്ങൾ പരിശോധിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ക്വാറികളിൽ നിന്നുള്ള വാഹനങ്ങളുടെ അമിത ഗതാഗതം മൂലം റോഡുകൾ തകർന്നതായും അപകട സാധ്യത വർദ്ധിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. പ്രദേശത്തെ ജനങ്ങളുടെ പരാതികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനൊപ്പം ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാനും സമരമുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ജനപങ്കാളിത്തം ഉറപ്പാക്കി സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്വാറികളുടെ പ്രവർത്തനം സംബന്ധിച്ച നിയമങ്ങളും അനുമതികളും കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കണമെന്നും ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വെങ്ങന്നൂർ ജനകീയ വികസന സമിതി ജനറൽ കൺവീനർ നസീർ ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് LP സ്കൂൾ ഉൾപ്പെടെ 2 വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അനുശാസിക്കുന്ന സ്കൂൾ സമയങ്ങൾ പോലും പാലിക്കാതെ ടോറസ് ലോറികൾ അമിത ഭാരവുമായി വരുന്നത് പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ ജീവന് വരെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായും സ്കൂൾ അധികൃതർ പറഞ്ഞു. അതേപോലെ തന്നെ രാവിലെ മദ്രസയ്ക്ക് പച്ചമക്കൾ ഒരുപാടെണ്ണം വരുന്നുണ്ട്, ചെറിയ മക്കളാണ്. ആ മക്കൾക്ക് നല്ല നിലയ്ക്ക് വഴി കൂടെ നടക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ പ്രായമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഒരു കടയ്ക്ക് ഇറങ്ങണം അല്ലെങ്കിൽ റോഡിലിറങ്ങണം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ കിട്ടുന്നത് 2-ാം പക്ഷമാണ്. അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഒരു പെട്ടെന്ന് ഒരു ആർക്കും വയറുവേദനയാണ് അല്ലെങ്കിൽ ഒരു ഛർദിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഈ വാഹനങ്ങൾ കംപ്ലീറ്റും കടന്ന് അവിടെ എത്തുമ്പോഴേക്കും ആളുടെ ജീവൻ പോയി കിട്ടും. പിന്നെ നമുക്ക് ആകെ ഒരു അനുഭവിച്ച് കിട്ടിയിട്ട് ഒരു പാലമാണ്, ഒരു എന്താ പറയുക, ഒരു സാധാരണ നിലയ്ക്കുള്ള ഒരു പാലവും കൂടിയല്ല, ഒരു ചെറിയ നിലയ്ക്കുള്ള പാലമാണ്. ഈ പാലത്തിൽ കൂടെയാണ് ഒരു 5 വണ്ടി ഒന്നിച്ച് 10 വണ്ടി ഒന്നിച്ചാണ് ഒരു പാലത്തിൽ കൂടെ കിടക്കുന്നത്. എന്നാലും പുറകിൽ 10-20 വണ്ടി പുറകിൽ നിൽക്കുകയാണ്. ഈ അടിസ്ഥാനത്തിൽ പോയാൽ ഈ പാലം എന്തിനു പറ്റും? ഈ പാലം പോയ ഏത് കാലത്തും നമുക്ക് ഇനി പാലം വരെ നമ്മുടെ ചെറിയ മക്കളുടെ പഠിപ്പായിക്കോട്ടെ, വയസ്സായ ആളുകൾ ഇവിടെ ഉണ്ട്, അവരുടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് അതേപോലെ ഈ കാരണം കൊണ്ട് തിക്കമുട്ട് ശ്വാസമുട്ടുണ്ടായി. അവൾക്ക് ബൈപ്പാസ് കഴിഞ്ഞേ ഉള്ളൂ. മൊത്തം നാട്ടുകാർ മൊത്തം കൂടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇനി ഇതിനകത്ത് ഒരു നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനകത്ത് അവിടെ ചേട്ടൻ പറഞ്ഞ പോലെ നിയന്ത്രിക്കണമെങ്കിലും സ്റ്റോപ്പാക്കണമെങ്കിലും ഏത് നടപടിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിലും അതിലൊരു നേതൃത്വം വേണം. ആ നിലയിലേക്കാണ് ഇവിടെ 30 അംഗ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പർമാരെ ഭാരവാഹികൾ വേണ്ട, രക്ഷാധികാരികളൊക്കെ ആക്കിയിട്ട് നിങ്ങൾ മാറ്റാൻ എന്നുള്ളതാണ് അഭിപ്രായം. നേതൃത്വത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ നേതൃത്വം
നേതൃത്വത്തിലേക്ക് വരിക, നാടുകളിലുള്ള സമരമുഖത്തിലേക്ക് ഈ നാടിൻ്റെ ആവശ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ സ്വയം ആത്മാർത്ഥയോടെ മുന്നോട്ട് വരിക. UTV ന്യൂസ് പാലക്കാട്.